ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിരിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ആ അനുഗ്രഹങ്ങളെപ്പറ്റി ഖുർആൻ തന്നെ പറഞ്ഞതെന്താ വെച്ചാൽ അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്നാ. അത്രമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് റബ്ബ് തന്നിട്ടുണ്ട് എന്നാ. അത് നമുക്ക് പലപ്പോഴും എപ്പോഴാണ് മനസ്സിലാവുകയെന്നറിയോ? നമ്മളെക്കാൾ അനുഗ്രഹങ്ങൾ കുറഞ്ഞ, സൗകര്യം കുറഞ്ഞ ആൾക്കാരുടെ അടുക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ, അത്തരം വീടുകളിലൊക്കെ സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും റബ്ബ് എന്നെ എത്രമാത്രം അനുഗ്രഹിച്ചിട്ടുണ്ട് നമുക്ക് ബോധ്യവും. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലിങ്ങനെ പോയ സന്ദർഭത്തിൽ ആ വീട്ടിലുള്ള ഗൃഹനാഥൻ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അസുഖം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇടയ്ക്ക് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് തന്നിരിക്കുന്ന മെഡിസിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്, 2 മണിക്കൂർ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് എന്ത് ചെയ്യണം? ആ ഗുളിക കഴിക്കണം. അത് കഴിച്ചെങ്കിൽ മാത്രമേ എനിക്കിനി 2 മണിക്കൂർ പിടിച്ചേക്കാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ സത്യത്തിൽ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി. ഞാൻ രാവിലെ ഇറങ്ങിയതാണ്. വൈകുന്നേരം ഏതാണ്ട് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഗുളികക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വൈഫ് അവിടെ അല്ല, അവർ വന്നിട്ട് വേണം ഗുളിക എടുത്തു കൊടുക്കാൻ. അത് കുടിച്ചെങ്കിൽ മാത്രമേ അന്നത്തെ രാത്രിയിൽ ഒരു 2 മണിക്കൂർ നല്ലോണം കിട്ടുകയുള്ളൂ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി. ഞാൻ അവിടേക്ക് നടന്നു വണ്ടിയിൽ പോയി, സ്വന്തമായിട്ട് വെള്ളം എടുത്ത് കുടിച്ചു, അവിടുന്ന് ടോയ്ലറ്റിലേക്ക് പോയി, അവിടുന്ന് സുഖകരമായിരിക്കുന്ന യാത്രയോട് വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം റബ്ബ് എനിക്ക് ഒരുപാട് നിയമത്തുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സംസാരം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് മനസ്സിനോട് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷെ ആ അനുഗ്രഹങ്ങൾ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാതെ പോകാനൊരു കാരണമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഹദീസ് നമുക്കിങ്ങനെ വായിക്കാം: ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻളുറു ഇലാ മൻ ഹുവ ഫൗകകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു പ്രവാചക വചനമാണ്. ഈ പ്രവാചക വചനത്തിൻ്റെ അർത്ഥം, നിങ്ങളെപ്പോഴും നിങ്ങളെക്കാൾ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യന്മാരെ നോക്കുക, നിങ്ങളെക്കാൾ കഷ്ടപ്പെടുന്ന ആളുകളെ നോക്കുക. അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും, നിങ്ങൾ നിങ്ങളുടെ സൗകര്യം കൂടിയിരിക്കുന്ന ആളുകളെ നോക്കാതിരിക്കുക. അപ്പം ഒരു കാര്യം മനസ്സിലാകും, റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം നിസ്സാരമായി തോന്നാതിരിക്കണമെങ്കിൽ ആ ഒരു സമീപന രീതി നമ്മൾ സ്വീകരിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും സന്തോഷം മാത്രം ഉണ്ടാവില്ല, എന്നും ദുഃഖം ഉണ്ടാവില്ല. സുഖവും ദുഃഖവും സമ്മിശ്രമായിരിക്കുന്ന ഒരു ജീവിതമാണ് റബ്ബ് നമുക്ക് എന്ത് ചെയ്തത്, ഇവിടെ നമുക്ക് പ്രദാനം ചെയ്തത്. അതുകൊണ്ട് തന്നെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സന്ദർഭത്തിൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ, പ്രയാസം വരുന്ന സന്ദർഭത്തിൽ റബ്ബേ ഈ പ്രയാസം എനിക്ക് മാറ്റിത്തരണമേ എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ നിഅമത്തുകളെ പറ്റി നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിലേക്ക് കുറച്ചുകൂടി അടുക്കാൻ തോന്നും. അങ്ങനെയാണല്ലോ അല്ലേ? ഞാനിന്ന് രാവിലെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വണ്ടി കയറി ഇവിടെ വന്ന് ഇറങ്ങി, ഭക്ഷണം കഴിച്ചു, മർക്കസുദ്ദാവെ പോയി തിരിച്ചിവിടെ എത്തി. നിങ്ങളെ ഞാൻ എല്ലാവരെയും ഇങ്ങനെ നോക്കിയ സന്ദർഭം ഒരു കാര്യം മനസ്സിലായി, ആരും വീൽ ചെയറിലൊന്നും വന്നിട്ടില്ല. ശാരീരികമായിട്ട് പ്രയാസമുള്ള ആരെയും എൻ്റെ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ടില്ല. അതിന് നമുക്ക് റബ്ബ് തന്നൊരു നിഅമത്താണ്. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ 100 കണക്കിന് നിഅമത്തുകൾ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിന് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഖുർആൻ പഠിപ്പിച്ചു. അതിലെനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഇത്തരം നിഅമത്തുകളെല്ലാം തന്നെ റബ്ബ് നമുക്ക് നൽകുമ്പോൾ റബ്ബ് കുറച്ച് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് ആരോഗ്യം തന്നാൽ ഈ ആരോഗ്യം എങ്ങനെ ചെലവഴിക്കണമെന്ന് റബ്ബ് എന്നോട് പറയുന്നുണ്ട്. എനിക്ക് ഒഴിവ് സമയം കിട്ടുകയാണെങ്കിൽ ഈ ഒഴിവ് സമയം എങ്ങനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കണമെന്ന് റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പ്രവാചകൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടത്, ആരോഗ്യമാണെങ്കിലും ആയുസ്സാണെങ്കിലും സമയമാണെങ്കിലും മറ്റ് ഭൗതിക സൗകര്യങ്ങളൊക്കെ ആണെങ്കിലും ശരി, അത് റബ്ബ് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ആ റബ്ബിനോട് നന്ദി കാണിക്കണമെന്നാണ് ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറ ഇബ്രാഹിമിലെ ഒരു വചനമുണ്ട്. ആ വചനം നിങ്ങൾ വീട്ടിൽ പോയി പരിശോധിക്കുക, വിശദീകരിക്കാൻ നേരല്ല. വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ അറബി ഭാഷ വല്ലാതെ പഠിച്ച കുട്ടികൾ ഉണ്ടാവില്ല ഈ സദസ്സിൽ. ഇവിടെ ഭാഷാപരമായിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട് ഖുർആനിന്റെ. എന്താണെന്നറിയാമോ? നിങ്ങൾ റബ്ബ് നിങ്ങളോട് പറയാണ്, ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിച്ചാൽ, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തിന് നിങ്ങൾ നന്ദി കാണിച്ചാൽ, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമ്പത്തിന് നിങ്ങൾ നന്ദി കാണിച്ചാൽ, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒഴിവ് സമയത്തെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നകും, അവിടെയാണ് ഭാഷാപരമായ ഒരു പ്രയോഗം. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരുക തന്നെ ചെയ്യും. എന്ത്? ഇപ്പം എനിക്ക് ആരോഗ്യം തന്നു,
അപ്പോൾ ഇതിനെ സംഘാടകർ എന്നോട് പറഞ്ഞു, ഫൈസൽ സാഹിബേ, നിങ്ങൾ വേറെ പ്രയാസങ്ങളൊന്നുമില്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന് വന്നിട്ട് നിങ്ങൾ പഠിച്ച കുറച്ച് മതപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഫൈസൽ സാഹിബേ, നിങ്ങളിവിടെ വരണം, കറക്റ്റ് സമയത്ത് വരണം. എൻ്റെ ബാധ്യത എന്താണ്? എനിക്ക് കുറച്ച് അറിവ് കിട്ടി, ആരോഗ്യവും കിട്ടി, ഒഴിവ് സമയവും കിട്ടി. ഞാനതിന് നന്ദി കാണിക്കൽ എങ്ങനെയാ? ഞാനതിന് നന്ദി കാണിക്കൽ ഇതിൻ്റെ സംഘാടകർ പറഞ്ഞ രൂപത്തിൽ സമയത്ത് വന്ന് എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൗത്യം മനോഹരമായി നിർവഹിച്ചു പോകുമ്പോൾ റബ്ബ് എന്നോട് പറയുകയാണെന്ത്? നീ ആരോഗ്യത്തെ ഫലപ്രദമായി ഉപയോഗിച്ചു, നിന്റെ അറിവിനെ ഫലപ്രദമായി ഉപയോഗിച്ചു, നിന്റെ ആരോഗ്യത്തെ, നിന്റെ ഒഴിവ് സമയത്തെയും ഫലപ്രദമായി ഉപയോഗിച്ചു. ലഅസീദന്നകും, നിനക്ക് നാം വർദ്ധിപ്പിച്ചു തരുക തന്നെ ചെയ്യും. എന്ത് വർദ്ധിപ്പിച്ചു തരും? എന്താ വർദ്ധിപ്പിച്ചു തരിക? എനിക്ക് ആരോഗ്യത്തിലൊരു വർധനവ് തരും, എനിക്ക് സമ്പത്തിൽ വർധനവ് തരും, എനിക്ക് ഒഴിവ് സമയങ്ങൾ ലഭിക്കും, വിചാരിക്കാത്ത രൂപത്തിൽ ഒഴിവ് സമയം ലഭിക്കും. എന്ത് വേണം? ഞാൻ നന്ദി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ മക്കളോട് വളരെ വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൊരു അഭ്യർത്ഥന, ഈ സംസാരിക്കുന്ന എന്നെ പോലെ തന്നെ ഈ സംസാരം ശ്രവിക്കുന്ന നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിരിക്കുന്ന അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ റബ്ബ് തന്നപ്പോൾ റബ്ബ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ പ്രതീക്ഷക്ക് വക നൽകുന്ന രൂപത്തിൽ തന്നെ റബ്ബിന് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ സന്മനസ് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കും. ഇതാണ് എൻ്റെ സംസാരത്തിൻ്റെ ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. എനിക്ക് റബ്ബ് ഭക്ഷണം തന്നു, ഉച്ചയ്ക്ക് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിപ്പോരുമ്പം എത്ര ആളുകൾ പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളുടെ കൂടെ കഴിച്ചിട്ടില്ല, ഞാൻ മർക്കസ് ദേവേന കഴിച്ച് നെയ്ച്ചോറും കോഴിക്കറിയാണ് കഴിച്ചത്. അത് കഴിച്ചതിന് ശേഷം ഞാൻ കഴിച്ചു, ഭക്ഷണം കഴിച്ചു, മര്യാദ പാലിച്ചു. അൽഹംദുലില്ലാഹില്ലദി അത്അമനി വസഖാനി വജഅൽനി മിനൽ മുസ്ലിമീൻ വജഅലനി മിനൽ മുസ്ലിമീൻ. പടച്ചോൻ എനിക്ക് സുഭിക്ഷമായ ഒരു ഭക്ഷണം ഇങ്ങി തന്നു. ഈ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആൾക്കാർ ലോകത്തിന്റെ നാനാഭാഗത്തുണ്ട്. അതുകൊണ്ട് റബ്ബേ, ഈ ഭക്ഷണം എനിക്ക് നൽകിയിരിക്കുന്ന നിനക്ക് സർവ്വസ്തുതിയും, എന്നെ മുസ്ലിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിനക്ക് സർവ്വസ്തുതിയും എന്ന് പറഞ്ഞ് ഞാൻ ഭക്ഷണത്തളികന്റെ മുമ്പ് എഴുന്നേറ്റ് പോരുമ്പോൾ റബ്ബിന്റെ ഒരു തീരുമാനമുണ്ട്. എൻ്റെ അടിമക്ക് ഞാൻ ഭക്ഷണം കൊടുത്തപ്പോൾ എൻ്റെ അടിമ ആ ഭക്ഷണത്തിന് നന്ദി കാണിച്ചു. ലഅസീദന്നകും, അവന് നാം എന്താണ് പറഞ്ഞത്? വർദ്ധിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. എൻ്റെ രണ്ടാമത്തെ ഭാഗം എന്താ അറിയോ? ഞാൻ നിങ്ങളോട് ചോദിക്കണം എന്ന് കരുതിയ സമയമല്ല. വലയിൻ കഫർത്തും, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി കേട് കാണിച്ചു. അവിടെ ഉപയോഗിച്ച പദേതാ? കഫറ. കഫറ എന്ന് പറഞ്ഞ പദത്തിന് ഒരുപാട് അർത്ഥമുണ്ടല്ലേ? ദൈവനിഷേധത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണത്. അത്രമാത്രം അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ ഭാഷാപരമായിട്ടടക്കം ഇവിടെ കഫറ എന്ന് പറഞ്ഞ പദം ഉപയോഗിച്ചത്. നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ കുറച്ച് കഠിനമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷണം മുന്നേ കൊണ്ടുവച്ചു. ഭക്ഷണം മുന്നേ കൊണ്ടുവച്ച് ഞാൻ നന്നായിട്ട് കഴിച്ചു, ഏമ്പക്കെട്ടു. വൈഫിനോട് ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ അത് പാകം ചെയ്തവരോട് ആദ്യം ഒന്ന് അതൊരു നന്ദിയല്ലേ. എന്നിട്ട് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അതിന് പകരം ഞാൻ ഏമ്പക്കെട്ടു. ഇതിനേക്കാളൊക്കെ എത്ര ഭക്ഷണം നമ്മൾ കണ്ടതാണ്, ഇതൊക്കെ നമ്മളെത്ര കണ്ടതാണ്. നെവർ മൈൻഡ് ആക്കുന്നു. അൽഹംദുലില്ലാ എന്ന് പറയാനുള്ളൊരു മനസ്സ് വരുന്നില്ല. അവനെ പറ്റി ഖുർആൻ പറഞ്ഞു, ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ കഠിനമാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യമായി. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. റബ്ബ് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ റബ്ബിൻ്റെ അപാരമായ സഹായങ്ങൾ എനിക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ നന്ദിയുള്ളവനാകും എന്നൊരു പ്രതിജ്ഞയാണ് ഈ ഓഡിറ്റോറിയം വിട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഒരു ഭാഗം, ഞാൻ എങ്ങനെയാണ് റബ്ബിനോട് നന്ദി കാണിക്കാം? ഒരുപാട് വഴികളുണ്ട്. ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ച് നേരം വെളുക്കുന്നവരെ സംസാരിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആന്റെയും പ്രവാചക ചര്യയുടെ അടിസ്ഥാനത്തിൽ ദീർഘമായി സംസാരിക്കാൻ കഴിയും. ഞാൻ ആ ഭാഗത്തേക്ക് പോകാതെ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധപ്പെടുത്തുക. അതിലൊന്നെന്താണെന്നറിയാമോ? റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള ഒന്നാമത്തെ വഴി, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കുറെ കർമ്മങ്ങൾ ഇവിടുന്ന് ചെയ്യാന്നുള്ളതാണ്. ആ കർമ്മങ്ങൾ ഏതാണെന്നറിയാമോ? ഞാൻ ഒന്നാമത് പറയുന്ന കർമ്മം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ മാത്രമല്ല, മറിച്ചോ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന സ്രഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ചതിന് വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറ മുൽക്കിലെ 2-ാമത്തെ ആയത്ത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. ഇവിടെ പദം ശ്രദ്ധിക്കുക. ആദ്യം പറഞ്ഞ എന്താണ്? ആദ്യം എന്തിനെ സൃഷ്ടിച്ചു എന്നാ പറഞ്ഞത്? മരണത്തെ. പിന്നെയാണ് എന്ത് പറഞ്ഞത്? ജീവിതത്തെ.
പണ്ഡിത ലോകം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. മരണവും മരണാനന്തര ജീവിതവും അള്ളാഹു ഉണ്ടാക്കിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കർമ്മങ്ങൾ ആരാണ് ചെയ്യുക എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, പടച്ചോൻ എനിക്ക് തന്നിരിക്കുന്ന ആരോഗ്യവും റബ്ബെനിക്ക് തന്നിരിക്കുന്ന ആയുസ്സും റബ്ബെനിക്ക് തന്നിരിക്കുന്ന ഒഴിവു സമയവും റബ്ബെനിക്ക് തന്നിരിക്കുന്ന സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ശ്രേഷ്ഠകരമായിരിക്കുന്ന കുറെ പ്രവർത്തനങ്ങൾ ഇവിടുന്ന് ചെയ്ത് ഞാൻ പോവേണ്ടതുണ്ട്. അതേതൊക്കെ പ്രവർത്തനം? ഒന്ന്, നിങ്ങൾ ഫറൂഖ് കോളേജിൽ വെച്ച് കാണിച്ചു തന്നു. ജിയോ ബേബി എന്നാണ് പേരില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് MSM നടത്തിയ ഒരു മാതൃകാപരമായ പ്രവർത്തനം. MSMൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം എനിക്ക് പരിചയമുള്ള 1-2 ആളുകൾ ഇതിൻ്റെ ലിങ്ക് കണ്ടിട്ട്, ഇതിലെ പരിപാടി കണ്ടിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. സത്യത്തിൽ അടയാളപ്പെടുത്തേണ്ട സന്ദർഭത്തിൽ അല്ല, ഇടപെടേണ്ട സമയത്ത്, ഇടപെടേണ്ട സന്ദർഭത്തിൽ, ഇടപെടേണ്ട സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു പ്രവർത്തനം നിങ്ങൾ ചെയ്തു, അടയാളപ്പെടുത്തി പോയി. ഇത് അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യ. ചില കുട്ടികൾ എപ്പോഴും കരുതിയ എന്താ അറിയാമോ, ഞാൻ MBBS-നാണ് പഠിക്കുന്നത്, ഞാൻ BAMS-നാണ് പഠിക്കുന്നത്, ഞാൻ BTech-നാണ് പഠിക്കുന്നത്, ഞാൻ PG ചെയ്യാണ്, ഞാൻ PhD ചെയ്യാണ്. എൻ്റെ ബാധ്യത എന്ന് വെച്ചാൽ ക്യാമ്പസ്, ലൈബ്രറി, ക്ലാസ് റൂം, എക്സാം. എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഞാൻ ഓതി വച്ചിരിക്കുന്ന ഈ ആയത്ത്, ഇവിടെ നിങ്ങൾ കാണുന്ന ആയത്ത് പ്രകാരം അതൊക്കെ അതിൽപ്പെട്ടതാണെങ്കിൽ പോലും ഈ സമൂഹം നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട്. അത് ഫൈസൽ നൽമണ്ട ഇവിടെ വെച്ച് സംസാരിച്ചാൽ എത്താത്ത, നിങ്ങൾ ശ്രമിച്ചാൽ എത്താൻ കഴിയുന്ന ഒട്ടനവധി ഭാഗങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ ഭാഗത്തേക്ക് വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ കഴിവനുസരിച്ചുകൊണ്ട്, നിങ്ങളുടെ യോഗ്യതക്കനുസരിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് ഇഷ്ടപ്പെട്ട കുറെ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അത് റബ്ബിനോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്ദിയുടെ ഒരു ഭാഗമാണ്. നന്ദിയുടെ ഒരു ഭാഗമാണ്. MSMൻ്റെ കുട്ടികൾ ഇൻഷാ അല്ലാഹ് വരുന്ന 25, 26, 27, 28 തീയതികളിൽ കരിപ്പൂരിൽ വെച്ച് നടക്കുന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു ഗ്രേറ്റ് എക്സിബിഷന് രൂപം നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇവിടെ പങ്കെടുത്തിരിക്കുന്ന കുറച്ച് ആളുകൾക്ക് അതിനെപ്പറ്റി അറിയാവുണ്ടാവും, അറിയാത്ത കുട്ടികളും ഉണ്ടാവും. ഞാനതിൻ്റെ ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. വലിയ എഫേർട്ട് എടുത്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ദഅവത്ത് എന്ന് പറഞ്ഞ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട MSMൻ്റെ പ്രവർത്തകന്മാർ അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ഈ സംസാരം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൽ എന്ത് റോൾ ചെയ്യാൻ കഴിയും? അത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനത് ഉദാഹരണം അത് മാത്രം പറഞ്ഞതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വളണ്ടിയറായിട്ട് നിൽക്കാൻ, ആ ഒരു പ്രവർത്തനത്തിന് വളണ്ടിയറായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണ് എങ്കിൽ, നിങ്ങളെ പഠനത്തിന് വിഘാതം സൃഷ്ടിക്കാത്ത രൂപത്തിൽ അതിനുവേണ്ടി ഒരു വളണ്ടിയറായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുകയാണ് എങ്കിൽ, ഞാൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഈ ആയത്ത് പ്രകാരം അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. അതാരെങ്കിലും നടത്തും, എൻ്റെ ബാധ്യതയല്ല. എൻ്റെ എക്സാം വരുന്നു, എനിക്ക് പഠിക്കാനുണ്ട്. ആ ഒരു തരത്തിലേക്ക് മാത്രമാണ് നമ്മൾ പോകുന്നെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മക്കളാണ് നമ്മളെ മക്കളെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ വിജയിക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞു, ലിബറലിസത്തിന്റെ കടന്നുകയറ്റം നമുക്ക് എല്ലാവർക്കും അറിയാം. ക്യാമ്പസിൽ അടയാളപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും പറ്റിയ അവസരമാണ്. പ്രത്യേകിച്ച് MSM പോലെയുള്ള ഒരു ധാർമ്മിക പ്രസ്ഥാനത്തിന് നമ്മുടെ കലാലയങ്ങളിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കതിൽ പ്രസംഗിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും MSMന്റെ സംസ്ഥാന സമിതി നൽകുന്ന ഒരു ലഘുലേഖ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരിക്ക്, ഒരു കുട്ടിക്ക്, സഹപാഠിക്ക് കൊടുത്തുകൊണ്ട് ആ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ അവരെ ക്ഷണിക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കുടുംബം എന്ന് പറഞ്ഞ ഒരു സങ്കല്പത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അതിനുവേണ്ടി ഞാൻ അധ്വാനിക്കും നിങ്ങൾ പറയാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ഒരു പ്രവർത്തനം അതിൻ്റെ ഭാഗം. ഈ പ്രോഗ്രാമിന്റെ സംഘാടകർ പ്രതീക്ഷിച്ച ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ഓരോരുത്തർക്കും സന്തോഷിക്കാൻ വക ഉണ്ടാവും. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ സന്തോഷിക്കാൻ വക ഉണ്ടാവില്ല. ഇതിൽ സന്തോഷിക്കാൻ വക ആരാ? പ്രൊഫൈലിന്റെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടി. ഞാനത് വായിച്ചു നോക്കി. ഈ കാലഘട്ടത്തിൽ നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണെന്ന് എനിക്ക് ബോധ്യമായി. അപ്പൊ ഞാനെന്ത് ചെയ്യുന്നു, എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയിലേക്ക് ഞാനൊരു മെസ്സേജ് കൈമാറുന്നു, അവളെ ഫോൺ കോൾ ചെയ്യുന്നു,
അവളോട് നീ നിർബന്ധമായിട്ടും നീ ഈ പരിപാടിയിലേക്ക്, പ്രോഗ്രാമിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയും അവളെ നിങ്ങൾ ഇവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമൂഹത്തോട് നിങ്ങൾ ഉത്തരവാദിത്തം നിർവഹിച്ച സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മക്കളാണ് നിങ്ങൾക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ഈ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് ഖുർആൻ പഠിപ്പിച്ച സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ആയത്ത് പ്രകാരം എനിക്കൊരുപാട് ബാധ്യതകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഫോണിൽ ഇങ്ങനെ 24 അവർ ഒന്നും മാന്താൻ അള്ളാഹ് നമ്മൾ അനുവദിച്ചിട്ടില്ല. 24 അവർ ഒന്നും ഇതിനെ പിന്നാലെ കൂടാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല. നിങ്ങൾ ഉപയോഗിച്ചോ. എനിക്ക് എൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനത്തോടൊപ്പം എൻ്റെ പരീക്ഷയോടൊപ്പം തന്നെ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ബാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെട്ടു. അവിടെയാണ് MSMന്റെ റോള്. MSMന്റെ ഒരു പ്രവർത്തകരായിരുന്നു ഞാൻ. അൽഹംദുലില്ലാ, ഇന്ന് ഇവിടെ എഴുന്നേറ്റ് സംസാരിക്കാൻ എനിക്ക് കൽപ്പ് നൽകിയിരിക്കുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗമാണ് MSM. അതിനൊരു കാരണം എന്താ അറിയാമോ? ഈ MSMൽ നമ്മൾ അണികളായി ചേരുമ്പോൾ, ഇതിന്റെ പ്രവർത്തകരായി മാറുമ്പോൾ നമുക്ക് ദഅ്വാ പ്രവർത്തനങ്ങൾ നടത്തി, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി, സജീവമായിക്കൊണ്ട് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ പഠിപ്പിച്ച അഹ്സനു അമല എന്ന് പറഞ്ഞ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ കഴിയും. അതുകൊണ്ട് ഈ ഭാഗം കൂടിയിരിക്കുന്ന എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടുന്ന് കോണി ഇറങ്ങി ഈ ഹാൾ വിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് പോകണം. എന്താ പ്രതിജ്ഞ? റബ്ബ് എനിക്ക് ആരോഗ്യം നൽകി, റബ്ബ് എനിക്ക് ആയുസ് നൽകി, റബ്ബ് എനിക്ക് സമ്പത്ത് നൽകി, എല്ലാവിധ സൗകര്യങ്ങളും നൽകി. ഈ സൗകര്യങ്ങൾക്ക് റബ്ബിന് നന്ദി കാണിക്കാൻ വേണ്ടി റബ്ബിന്റെ ഈ ദീൻ, അള്ളാഹുവിന്റെ ഈ ദീൻ സുന്ദരമായ രൂപത്തിൽ എൻ്റെ കലാലയത്തിൽ പ്രചരിപ്പിക്കാൻ ഞാൻ എൻ്റെ സമയത്തെ ഉപയോഗപ്പെടുത്തും എന്ന് നിങ്ങൾക്ക് പ്രതിജ്ഞ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് എൻ്റെ സംസാരവും ഈ സംഘവും ധന്യമായി. ഇതാണ് നമ്മൾ അള്ളാഹുവിനോട് കാണിക്കേണ്ട നന്ദിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. രണ്ടാമത്തോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രണ്ടാമത്തെ ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഈ സംസാരിക്കുന്ന ഞാൻ, സംസാരം ശ്രവിക്കുന്ന നിങ്ങൾ, നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ റബ്ബ് തന്നു. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പോരായ്മകൾ വന്നിട്ടുണ്ട്, തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി റബ്ബിലേക്ക് അടുക്കണം, അള്ളാഹുവിലേക്ക് കുറച്ചുകൂടി അടുക്കണം. നേരത്തെ ജലീൽ മദന്റെ സംസാരം ഞാൻ കേട്ടു നമസ്കാരത്തെ പറ്റി. നമസ്കാരത്തിലൂടെ, വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ പാരായണത്തിലൂടെ, സുന്നത്തായ കർമ്മങ്ങൾ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കുറേ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നെറ്റിത്തടത്തിൽ വേർപ്പോടുകൂടി ദുനിയാവുന്ന യാത്ര പോകാൻ നമുക്ക് കഴിയണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ പറയണമെന്ന് തോന്നിയ ഒരു കാര്യം, പ്രത്യേകിച്ച് കലാലയങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നെങ്കിലും ഞാനും കണ്ണുകൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു, ഒരുപാട് തെറ്റ് ചെയ്യുന്നു, മനസ്സുകൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു. എന്നോടൊരു മകൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അവൻ്റെ ഫോൺ, എത്ര ആളുടെ ഫോൺ പള്ളിനുള്ളിൽ കയറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പള്ളിയുടെ സുജൂദിൽ വെക്കുന്ന സ്ഥലത്ത് എൻ്റെ ഫോൺ വെക്കാൻ പറ്റുമോ? ഫോണിലെ ഇന്നറിലിരിക്കുന്ന അതിൽ അടങ്ങിയിരിക്കുന്ന സാധനത്തെ പറ്റി ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഉദ്ദേശിച്ചത്. മറിച്ച് ഈ ഫോൺ ഞാൻ ഉപയോഗിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപത്തിലാണോ എന്ന് നമ്മൾ നമ്മോട് ചോദിക്കണം. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വിചാരത്തിനടിമപ്പെട്ട് ചെയ്തു പോവാൻ സാധ്യതയുള്ള ഒരു സമകാല ലോകത്താ പ്രിയപ്പെട്ടവരെ നിങ്ങളും ഞാനും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബിലേക്ക് കുറെ കൂടി അടുക്കാൻ നമ്മൾ മനസ്സ് വെക്കണം, അള്ളാഹുവിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കണം. അതിനൊരു പ്രധാനപ്പെട്ട വഴി വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ സൂറ ആൽ ഇംറാനിലെ 133-ാമത്തെ ആയത്ത്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹു അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ഒരു വല്ലാത്തൊരു പ്രയോഗമാണ് ഖുർആന്റെ. എന്താ ഖുർആന്റെ പ്രയോഗം എന്നറിയോ? നിങ്ങൾ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് വേഗത്തിൽ പോകണം. വേഗത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് രാത്രി കിടന്നുറങ്ങിയ ഞാൻ, വൈഫിനോട് മക്കളോട് സംസാരിച്ച് രാത്രി കിടന്നുറങ്ങിയിരിക്കുന്ന ഞാൻ, ഒരു പക്ഷേ രാവിലെ എന്നെ തട്ടി ഉണർത്തുമ്പോൾ ചലനം നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും ഞാൻ അവിടെ കിടക്കുന്നത്. ഒരു പക്ഷേ ആ രാത്രിയിൽ തന്നെ എന്നെ റബ്ബ് തിരിച്ചു വിളിച്ചിട്ടുണ്ടാകും. ഇനി അങ്ങനെ വേണ്ട, ഞാൻ എൻ്റെ യാത്രാവേളയിൽ ഒരു അപകടം പറ്റിക്കൊണ്ട് ദുനിയാവ് ഞാൻ യാത്ര പോയേക്കേണ്ടി വരും. എവിടെ വെച്ച് എപ്പോൾ മരണപ്പെടുമെന്ന് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ റബ്ബിന്റെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം പരമാവധി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബിലേക്കുള്ള മഗ്ഫിറത്ത്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാപമോചനം അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഡെയിലി എത്ര തവണ പശ്ചാത്തപിക്കാറുണ്ടെന്ന് കേട്ട്? 100 തവണ. വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകൻ ഡെയിലി 100 തവണ പശ്ചാത്തപിക്കാറുണ്ട്. അത്ഭുതപ്പെട്ടുപോയി.
ഞാനിങ്ങനെ കണക്ക് കൂട്ടി, എങ്ങനെയായിട്ട് 100 എത്തുന്നില്ല. പക്ഷെ പ്രവാചകൻ മഅ്സൂമാണ്, പാപങ്ങളില്ലാത്ത മനുഷ്യനാണ്. അദ്ദേഹം 100 തവണ പശ്ചാത്തപിക്കാറുണ്ടെങ്കിൽ ഈ സംസാരിക്കുന്ന ഞാനും സംസാരം ശ്രമിക്കുന്ന നിങ്ങളും ആയിരക്കണക്കിന് തവണ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഇസ്തിഗ്ഫാർ നടത്തിയാലും മതിയാവുകയില്ല. പ്രത്യേകിച്ച് ക്യാമ്പസിൽ പഠിക്കുന്ന സാഹചര്യത്തിൽ അത്രയും മാത്രം തെറ്റിലേക്ക് പോവാൻ സാധ്യതയുള്ള ഒരുപാട് രംഗങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. അവിടെ നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യണം? റബ്ബിലേക്ക് എടുക്കണം, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം. ഞാൻ സാധാരണ ഒരു പ്രാർത്ഥന പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഒരു സമയത്തിന്റെ പരിമിതി പോലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അല്ലാഹുമ്മ ഉഗ്ഫിർ ലി ദംബി കുല്ലഹു ദിക്കഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. ഞാൻ പ്രാർത്ഥന ഇപ്പോൾ സ്ഥിരമായി നടത്തുന്നുണ്ട്. എന്താ കാരണം അറിയാമോ? ആ പ്രാർത്ഥനയെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ ഒക്കെ ആ പ്രാർത്ഥന നടത്തുമ്പോൾ, സുന്നത്തായ നമസ്കാരങ്ങളുടെ സുജൂദിൽ ആ പ്രാർത്ഥന നടത്തുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത കുളിർമ. പടച്ചോനെ, ജീവിതത്തിൽ ചെയ്തു പോയ ചെറുതും വലുതും, ആദ്യവും അവസാനവും ചെയ്ത, രഹസ്യവും പരസ്യവുമായി ചെയ്ത പാപങ്ങൾ എനിക്ക് പുറത്തു തരണമേ എന്ന് പറഞ്ഞ് കരഞ്ഞ കണ്ണോടുകൂടി റബ്ബിന്റെ അടുക്കലേക്ക് അടുക്കാൻ സമയം വൈകിപ്പോയി. സമയം വൈകി ഞാൻ പറയാൻ കാരണം അറിയോ? ഒരു ഹോൾ ബോഡി ചെക്കപ്പ് നടത്തി അറിയാം എന്തെല്ലാം അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞിട്ടുണ്ട് എന്നല്ലേ. പിന്നെ വേഗം പോകാനായി. ഒരുപാട് മരണങ്ങളെ പറ്റി ഇങ്ങനെ കേൾക്കുമ്പോൾ സങ്കടം തോന്നും. വന്ന് സംസാരിച്ച് വിശേഷങ്ങൾ പങ്കുവെച്ച് സംതൃപ്തിയോടുകൂടി തിരിച്ചു പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് യാത്ര പോയപ്പോൾ വരുന്ന കോൾ മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കുന്ന കോൾ. നേരത്തെ ഇവിടെ നിന്ന് സംസാരിച്ച് അവർ യാത്ര പോയി. നമ്മൾ ഈ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കുറേ ആൾക്കാർ പരിചയപ്പെടും. ആ പരിചയപ്പെട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് എത്ര കോളുകൾ നമുക്ക് വന്നു. നിങ്ങൾ അന്ന് സംസാരിച്ച ആ ക്ലാസ്സിൽ വന്നിരുന്ന ആൾ മരണപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞതറിയോ? ഈ സംസാരിക്കുന്ന എനിക്കും സംസാരം ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയുമില്ല. ഗ്യാരണ്ടി ഇല്ലാത്തതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, മരണം തൊണ്ടക്കുയിൽ എത്തുന്നതിന് മുമ്പ് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ചോളിന്ന്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാം, അള്ളാഹിനോട് പറയാം. അങ്ങനെ വർദ്ധിപ്പിച്ചാലൊരു ഗുണം എന്താ അറിയോ? ഞാൻ മുകളിൽ ഒരു ഹദീസ് കോട്ട് ചെയ്തിട്ടുണ്ട്. തുർമുദ് യുദ്ധത്തിലൊരു ഹദീസാ. ആ ഹദീസ് വല്ലാത്തൊരു പ്രതീക്ഷ നൽകുന്ന ഹദീസാ. ലാ യലിജുന്നാർ, ഒരാൾ നരകത്ത് പോവില്ല. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാ ഹത്താ യഊദ ലബൻ ഫിൽ റഅി. കറന്നെടുത്തിരിക്കുന്ന പാല്, പശുവിന്റെ പാൽ കറന്നെടുത്ത് ഒരു പാത്രത്തിലാക്കി ഒരു ഭാഗത്ത് വെച്ചു. ഈ പാൽ തിരിച്ച് അകിടിലേക്ക് തന്നെ തിരിച്ചു പോകുമോ? പ്രവാചകന്റെ ചോദ്യമാണ്. ഇല്ല, ഒരിക്കലും പോയില്ലല്ലോ. പോകോ? അത്രയും അസംഭവ്യമാണത്രേ. തന്റെ ജീവിതത്തിൽ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് ചെയ്ത തെറ്റിനെ പറ്റി ആലോചിച്ച് ഒരു തുള്ളി കണ്ണുനീർ ആരെങ്കിലും ഉറ്റിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ നരകത്തിൽ പോവൽ അസംഭവ്യമാണ്. എന്ത്? ഏതെങ്കിലും ഒരു സീരിയൽ കണ്ടിട്ട് കരഞ്ഞ കഥയല്ല, ആണോ? നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയിട്ട് ബേജാറായിട്ട് കരഞ്ഞ കാര്യമാണോ പ്രവാചകൻ പറഞ്ഞത്? അല്ല. ഞാൻ ചില ഹദീസുകൾ പരിശോധിച്ചപ്പോൾ മാറിയിരുന്നിട്ട്, ഒരു ഭാഗത്തേക്ക് മാറിയിരുന്നിട്ട് തൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകളെ പറ്റി ആലോചിച്ച്, റബ്ബെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ ഖബറിൽ എൻ്റെ കൂടെ ആരും ഉണ്ടാവുകയില്ലല്ലോ, ഞാൻ ഒറ്റക്കല്ലേ ഉണ്ടാവുള്ളൂ എന്ന് കരുതിയിട്ട് റബ്ബിനെ പറ്റി ആലോചിച്ച്, പാപങ്ങളെ പറ്റി ആലോചിച്ച് ഒരു തുള്ളി കണ്ണുനീരുകളെ കണ്ണു നുറ്റിയാൽ കറന്നെടുത്തിരിക്കുന്ന പാല് അകിടിലേക്ക് പോവൽ എത്ര അസംഭവ്യമാണോ അത്രയും അസംഭവ്യമാണ് അയാൾ നരകത്ത് പോകില്ല. ലാ യലിജുന്നാർ എന്ന് പറഞ്ഞാൽ നരകം സ്പർശിക്കൂലെന്നാ. അത് വല്ലാത്തൊരു പ്രതീക്ഷ നൽകുന്ന ഹദീസല്ലേ. ചില പ്രഭാഷണങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് മരണത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ, പരലോകത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടാവില്ലേ? പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ ചോദിക്കാം, നിങ്ങളൊക്കെ മരിക്കാൻ റെഡിയായി നിൽക്കുകയാണോ എല്ലാവരും? ഏത് സമയം വിളിച്ചാലും പോകാൻ റെഡിയുള്ള ആൾക്കാരുണ്ടോ ആരെങ്കിലും? ഞാൻ വയനാട്ടിലൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഒരു കുട്ടി വേഗം കൈപൊക്കി പറഞ്ഞു, ഞാൻ പോകാൻ റെഡിയാണ്. നിങ്ങളിവിടെ ആരും പൊക്കിയില്ല അല്ലേ? പൊക്കൂല. എന്താ കാരണം അറിയോ? എന്നോട് ഇരുത്താത്ത പറഞ്ഞ എന്താ അറിയോ? 30-40 ആൾ പങ്കെടുത്തൊരു സദസ്സിൽ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പോകാനായിട്ടില്ല എന്ന്. 39 ആളും പറഞ്ഞു. അതിലൊരാൾ ഞാൻ വിളിച്ചു ചോദിച്ചു, എന്താണ്? ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്ത് തീർക്കാനുണ്ട്, പിന്നെ എങ്ങനെയാണ് പോകാൻ? ഞാൻ പറഞ്ഞു, അതിന് ടൈം റബ്ബ് തരൂലല്ലോ. പ്രിയപ്പെട്ടവരെ, പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ആളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ അറിയോ? അവൻ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ച് മടങ്ങും. അങ്ങനെ പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ അവൻ്റെ കണ്ണ് നുറ്റി വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരില്ലേ, ആ കണ്ണുനീർ നമ്മുടെ ടോയ്ലറ്റൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യൂലേ, അതിന് ചില ലിക്വിഡ്സ് ഉറ്റിക്കൂലേ നമ്മൾ, അതേ രൂപത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ദുർവിചാരങ്ങളെയും വികാരങ്ങളെയും കഴുകിക്കളയാൻ പറ്റുന്ന ഏറ്റവും വലിയ തുള്ളിയാണ് ആ തുള്ളി എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. മറ്റൊരു ഹദീസ് നബി പറഞ്ഞു, 2 തുള്ളി അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. ഒന്നേതാണെന്നറിയാമോ? ഖത്രത്തു ദുമൂഇൻ മിൻ ഖശിയത്തില്ല.
അള്ളാഹുവിനെ ആലോചിച്ച് അവന്റെ കണ്ണ് നുറ്റി വീണ ഒരു തുള്ളി കണ്ണുനീർ. വദമുൻ തുഹ്റാഖു ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്ത് പണിയെടുത്തിട്ട് അവന്റെ കാലിന്റെ മോളിൽ നിന്ന് ഉറ്റി വീണിരിക്കുന്ന ഒരു തുള്ളി രക്തം. ആ തുള്ളി രക്തം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളിയാണ് നാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അള്ളാഹുവിലേക്ക് കുറച്ചുകൂടി അടുത്ത്, കൂടുതൽ അവരിലേക്ക് അടുത്ത് മുന്നോട്ട് പോവുക. നാളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഗ്രന്ഥം കയ്യിൽ തരും. ആ ഗ്രന്ഥം കയ്യിൽ തരുമ്പോൾ ഏറ്റവും ആനന്ദത്തോടു കൂടി ആ ഗ്രന്ഥം വാങ്ങുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് നിങ്ങൾക്കറിയാം, വലത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടിയ ആൾക്കാരാണല്ലേ. പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് അറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൂബ എന്ന് പറഞ്ഞ പദം വളരെ കുറച്ചേ ഹദീസിൽ ഉപയോഗിച്ചു. തൂബ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറൻ. നിങ്ങളെ കയ്യിൽ പുസ്തകം കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ നടത്തിയിരിക്കുന്നത് ആരാണോ, ആരുടെ ഗ്രന്ഥത്തിലാണോ ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ ഉള്ളത്, അവന് മംഗളമുണ്ട് എന്നാ. അപ്പോൾ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മളുണ്ടല്ലോ കൂടുതൽ ഇസ്തിഗ്ഫാർ കിട്ടിയ ആൾക്കാരാണോ? ഇസ്തിഗ്ഫാർ, അതിന് കുറച്ച് പ്രാർത്ഥനകളൊക്കെ കാണാൻ പഠിക്കുക. ആ പ്രാർത്ഥനകൾ പഠിച്ച് ജീവിതത്തിൽ പാലിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിജയമായിരിക്കും. അപ്പോൾ അള്ളാഹ് നമുക്ക് നിഅമത്ത് തന്നു എന്ന് പറഞ്ഞു അല്ലേ? നന്നില്ലേ? നിഅമത്തിന് എങ്ങനെയൊക്കെ നന്ദി കാണിക്കുക? ഒന്ന്, ഈ സമൂഹത്തോടൊപ്പം കുറച്ച് ജീവിക്കുക അല്ലേ? ക്യാമ്പസിൽ അടയാളപ്പെടുത്തി പോവുക, എന്തെങ്കിലുമൊക്കെ പ്രവർത്തനത്തിൽ സജീവമാവുക, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദീനീ രംഗത്ത് ആക്റ്റീവ് ആവുക, MSMൽ സജീവമാവുക, ക്യാമ്പസിൽ പ്രവർത്തിക്കുക, ഒരു മടിയും കാണിക്കേണ്ട, പരലോകത്തേക്ക് വേണ്ടിയാണ്. അതൊരു നന്ദിയാണ്. രണ്ടാമത്തെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ റബ്ബുമായിട്ട് കൂടുതൽ അടുക്കുക. അത് നിസ്കാരം പറയാണ്ട് ഖുർആൻ പാരായണമൊക്കെ ഞാൻ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ച് പടച്ചവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് കരഞ്ഞ കണ്ണോടുകൂടി റബ്ബിൻ്റെ അടുക്കിലേക്ക് അടുക്കുക. അങ്ങനെ നിൽക്കുന്ന ഒരാളെ അള്ളാഹ് തിരിച്ചു വിളിക്കുമ്പോൾ അവസാന സന്ദർഭത്തിൽ അവനെ വിളിക്കുന്ന വിളി സൂറ അൽ ഫജ്റിലെ അവസാനത്തെ വചനം അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ, എൻ്റെ അടുക്കലേക്ക് നീ വന്നോ. റാളിയത്ത് മർളിയത്ത് എന്ന് പറഞ്ഞ ഭാഷാ അർത്ഥം അറിയുന്ന ആരും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഒന്ന് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ ഒന്ന്. രണ്ടാമത്തെ അള്ളാൻ്റെ തൃപ്തി, എനിക്ക് ഇന്നെപ്പറ്റി തന്നെ ഒരു തൃപ്തി. മറ്റൊന്ന് അള്ളാൻ്റെ തൃപ്തി. എനിക്ക് ഇന്നെപ്പറ്റി എപ്പോഴാണ് തൃപ്തി വരിക? ഇന്ന് സുബൈ മുതൽ ഈ അസർ നമസ്കാരം വരെ, ഇപ്പോൾ ലുഹറിൻ്റെ കൂടിയാണ് അസർ നിസ്കരിച്ചത്, സുബൈ നിസ്കരിച്ചിട്ടുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നിസ്കാരം ജമാഅത്തിൽ നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇശാ നമസ്കാരവും ഞാൻ ജമാഅത്ത് നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നിട്ട് രാത്രി ഞാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതിയിട്ട് കുൽ അഊദു ബിറബ്ബിന്നാസും കുൽ യാ അയ്യുഹൽ കുൽ ഹുവല്ലാഹു ഒക്കെ ഓതിയിട്ട് ഞാനവിടെ കിടന്നു. കിടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഇന്നത്തെ ദിവസത്തെ പറ്റി ആലോചിച്ചപ്പോൾ അൽഹംദുലില്ലാ ഇന്ന് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്താ? ഇന്ന് ഞാൻ രാവിലെ ഒരു പേജ് ഖുർആൻ ഓതി, എല്ലാ ജമാഅത്തിലും ഞാൻ പങ്കെടുത്തു. ഇന്ന് MSMൻ്റെ ഈ സംഗമത്തിൽ വന്ന് ഞാൻ പഠിച്ച ദീൻ കുറച്ച് പറഞ്ഞു കൊടുത്തു. അപ്പം ഞാൻ സെൽഫ് സാറ്റിസ്ഫൈഡാണ്. അതാണ് ഒന്ന്. മറ്റൊന്നെന്താ? റാളിയത്തൻ മർളിയ, ഒന്ന് റബ്ബിൻ്റെ തൃപ്തി. അപ്പം എനിക്ക് കിട്ടുക, ഈ അടിമ 5 നേരം ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തു, ഖുർആൻ പാരായണം ചെയ്തു, കുറച്ച് കുട്ടികൾ ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ അയാൾ പഠിച്ചിരിക്കുന്ന ദീൻ അയാൾക്ക് അറിയുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുത്തു. അപ്പം റബ്ബെന്നെ തൃപ്തിപ്പെടൂലേ? അങ്ങനെ തൃപ്തിപ്പെട്ട് നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളോട് പറയായോ, ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി, എൻ്റെ യഥാർത്ഥ ദാസന്മാരുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചോ, നീ സ്വർഗത്തിലും പ്രവേശിച്ചു. അപ്പോൾ സ്വർഗത്തിൽ പോകാൻ റെഡിയാണോ എല്ലാവരും? മരിക്കാനൊക്കെ റെഡിയാ? ഒറ്റ ക്ലാസ് കേൾക്കുമ്പോഴേക്കും മരിക്കാനൊക്കെ റെഡിയായാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യാറിയോ? എനിക്ക് ഒറ്റ വിനയപൂർവ്വം എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത്, റബ്ബിന് ഇഷ്ടപ്പെട്ടവരായിട്ട് ഇവിടെ ജീവിക്കാം. ആവുന്ന പുണ്യങ്ങൾ, കഴിയുന്ന പുണ്യങ്ങൾ ചെയ്യാം. വലിയ വലിയ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. അഥവാ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ടൊക്കെ തെറ്റ് ചെയ്തു പോയാൽ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. ഇസ്തിഗ്ഫാർ നടത്തിയ എന്താ? കണ്ണിന്ന് വെള്ളം വന്ന എന്താണ്? അയാൾ നരകത്ത് പോല, കറന്നെടുത്തിരിക്കുന്ന പാല് അകിടിലേക്ക് തിരിച്ചു പോവാത്തത്ര. അള്ളാഹു ഏതായിരുന്നാലും നമ്മുടെ ഈ കൂടിച്ചേരൽ ഒരു സ്വാലിഹായ അമലായി നമ്മളിത് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പ്രവർത്തകന്മാർക്ക്, ഇതിൻ്റെ സംഘാടകർക്ക്, അനാദ്യത പ്രാർത്ഥന സംഘാടകർക്ക്, ഇതിനു വേണ്ടി ഓടി നടന്ന ആളുകൾക്ക് നല്ല പ്രതിഫലം ഇതുവഴി കിട്ടുകയും ഇത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ളൊരു വഴിയായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ ഇത്രയും നേരം ഇവിടെ വന്നിരുന്നല്ലോ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമല്ലോ. നിങ്ങൾ നല്ല മനസ്സോടെയാണ് നിങ്ങൾ ഇരുന്നെങ്കിൽ ഇന്നത്തെ നന്മയുടെ ഗ്രന്ഥത്തിൽ ഇഷ്ടം പോലെ രേഖപ്പെടുത്തി കഴിഞ്ഞു. അള്ളാഹുവേ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നീ അവരുടെ
ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ടോപ്പ് ലെവലിലെത്താനുള്ള, അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ അവരുടെ കരിയറിലേക്ക് എത്താനുള്ള എല്ലാവിധ തൗഫീഖും നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാവിധ നന്മയും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. മരണപ്പെട്ടു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് മനസ്സറിഞ്ഞ് പറഞ്ഞ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനായി ജീവിച്ച് മരിച്ചു പിരിയാനുള്ള മഹാഭാഗ്യം അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹുവേ ഞങ്ങളെ നീ കാത്ത് രക്ഷപ്പെടുത്തണമേ നാഥ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.